ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ലൊരു റെസിപ്പിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇടയത്താഴത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിട്ടിലൻ സാധനമാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് സ്ട്രോബെറി, കുറച്ച് ഓട്സ്, കുറച്ച് പാലൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ഓട്സ് ഇട്ടതിന് ശേഷം ഈ ഒരു മിക്സ് കൂടെ ഇട്ടതിന് ശേഷം ചിയാ സീഡ്, കാഷ്യൂസ്, ഡേറ്റ്സ്, നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഗ്രേപ്സ്, കുറച്ച് പോംഗ്രാനൈറ്റ്, കുറച്ച് പഴം, പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള തേനും കൂടെ ഇട്ട് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാലൂടെ ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം നമ്മളെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല കിടിലനായിട്ടുള്ള ഒരു സ്ട്രോബെറി ഓട്സ് റെഡി ആവും കേട്ടോ. രാവിലെ നോമ്പോറയാണ് കേട്ടോ. ഇത് നമ്മുടെ കസിൻ ബ്രദറിന്റെ വീട്ടിലായിരുന്നു നമുക്ക് ഇന്നത്തെ നോമ്പോറേ. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. മുട്ട ബജി, സാൻഡ്വിച്ച്, സമൂസ, ഫ്രൂട്ട്സ് ഐറ്റംസ്, ഈന്തപ്പഴം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നോമ്പൊക്കെ തുറന്നു. പിന്നെ മെയിൻ ഫുഡായിട്ട് റോട്ടിയും ഇറച്ചിക്കറിയായിരുന്നു കേട്ടോ. കസിൻസ് ഒക്കെ ആയിട്ട് കൂടാൻ പറ്റിയ ഒരു നല്ലൊരു ഒക്കേഷൻ ആയിരുന്നു കേട്ടോ. എല്ലാവരുമായിട്ട് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത് കുറേ കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ വീട്ടിലൊക്കെ പോയി. പിന്നെ പിറ്റേ ദിവസമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പിറ്റേ ദിവസം ഭയങ്കര മഴയായിരുന്നു. സത്യം പറഞ്ഞാൽ പ്രതീക്ഷിക്കാതെ ഉള്ള നല്ല മഴയായിരുന്നു കേട്ടോ. ആ ഒരു മഴയ്ക്ക് നമ്മുടെ അടുക്കള മുഴുവൻ അങ്ങ് നനഞ്ഞു കേട്ടോ. സാധാരണ മഴ പെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കാറുണ്ട്. ഇത് പ്രതീക്ഷിക്കാതെ വെളുപ്പിനുള്ള മഴയായിരുന്നല്ലോ. ഓട് മുഴുവൻ അങ്ങ് നാശമായിരിക്കുകയാണ്. 2-3 പ്രാവശ്യം തറപ്പാളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ. പക്ഷെ പിന്നെയും അത് തന്നെയാണ് കേട്ടോ അവസ്ഥ. ഇനി എന്തായാലും പൊളിക്കാൻ പോവുകയല്ലേ, അതുകൊണ്ടിട്ട് പിന്നെ ഇനിയിപ്പം കൂടുതലായിട്ടും നമ്മളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ വേണ്ട ആ ഒരു വെള്ളമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കളയുവാണ് കേട്ടോ. ഇല്ലെങ്കിൽ കുട്ടികൾ എഴുന്നേറ്റ് വന്നാൽ ഈ ഒരു വെള്ളത്തിലായിരിക്കും അവരുടെ കളി മുഴുവൻ. കുട്ടികൾക്ക് ഇപ്പോഴും പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉച്ചവരെ ഉള്ളൂ പരീക്ഷ. മൂത്ത ആൾക്ക് നോമ്പാണ്, ഇളയ ആള് പിന്നെ കൊച്ചായത് കൊണ്ടിട്ട് ഞാൻ നോമ്പ് പിടിപ്പിക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അവരെല്ലാം കഴിഞ്ഞ് തന്റെ കഥ തുറക്കുമ്പോഴത്തേക്ക് ഈ ഒരു പച്ചപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലൊരു പോസിറ്റീവ് എനർജി ആണ് കേട്ടോ. എന്താണെന്നറിയില്ല. അപ്പോൾ ഉമ്മ രാവിലെ മുറ്റം തൂക്കുവാണേ. ഞാനതൊക്കെ കഴിഞ്ഞിട്ട് തന്റെ കുട്ടികളെയൊക്കെ റെഡിയാക്കി അവരെ കൊണ്ട് വിടാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് കേട്ടോ. അവർക്ക് വണ്ടി വരാൻ ഏകദേശമൊക്കെ ടൈമായി. അതിനുശേഷം ഞാൻ തൻ്റെ റെഡിയായി തൻ്റെ ഓഫീസിലോട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം ആകെ ബിസി ആയോ കേട്ടോ. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു കേട്ടോ, നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പാലും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു തൻ്റെ. അപ്പോഴേക്കും വീട്ടിൽ വന്നു. ഇവക്ക് ഇന്ന് സ്നാക്സ് ഇല്ലാത്തതിനുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ തണ്ണിമത്തം കണ്ടപ്പോൾ ഇവള് ഭയങ്കര ഹാപ്പിയായി. വീട്ടിൽ തണ്ണിമത്തം മേടിക്കുമ്പോൾ തന്നെ പേടിച്ചിട്ടാണ് കേട്ടോ മുറിക്കുന്നത്. കാരണം ചിലത് കിളുന്താണെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്, ഭയങ്കര വിഷമവും. നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ എന്ന് ഓർത്തിട്ട് അങ്ങനെ തന്നെ ഞങ്ങൾ തണ്ണിമത്തനും അതേപോലെ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ നോമ്പൊക്കെ തുറന്നു കേട്ടോ. ഇന്നത്തെ മെയിൻ ഫുഡായിട്ട് നമുക്ക് ചോറാണ്. ചോറും ഉണ്ട്, മെഴുക്കും ഉണ്ട്, പിന്നെ മോര് കാച്ചിയതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ ഗ്യാസ് തീരാറായിരിക്കുകയാണ്. അതുകൊണ്ടിട്ട് ഞങ്ങൾ ഗ്യാസ് ലിമിറ്റ് ചെയ്തിട്ട് കേട്ടോ യൂസ് ചെയ്തു. അതുകൊണ്ടിട്ട് തന്നെ നമ്മളിന്ന് ചോറാണ് ഉണ്ടാക്കിയത്. അതാകുമ്പോഴത്തേക്കും ഇടയത്താഴത്തിനും കൂടെ ആവുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ചോറും മോരുകറിയും പിന്നെ താണ്ടെ മെഴുക്കും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ട വറുത്തതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഏറ്റവും ലാസ്റ്റ് ആട്ടോ അമ്മ കൊണ്ടുവന്നത്. കൂട്ടത്തിലൊരു ചായ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല.